ഞാൻ പ്രീജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള റെനേസൻസ് ആണ്. റെനേസൻസിൽ നമ്മളുടെ ഇന്നത്തെ ഡിസ്കഷൻ രണ്ട് വ്യക്തികളെ കുറിച്ചാണ്. മന്നത്ത് പത്മനാഭൻ പിള്ളയും അതുപോലെ തന്നെ മൂർക്കോത്ത് കുമാരൻ. അപ്പോൾ എന്താണ് ഇവരെ കുറിച്ച് പഠിക്കേണ്ടത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങൾ. ഇവരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ മന്നത്ത് പത്മനാഭനാകുമ്പോൾ വിമോചന സമരം പറയണം, അതുപോലെ തന്നെ NSS എന്ന പ്രസ്ഥാനത്തെ കുറിച്ച് സംസാരിക്കാനുണ്ട്. പിന്നീട് മന്നത്ത് പത്മനാഭനെ കുറിച്ച് അദ്ദേഹം നടത്തിയ കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, വിമോചന സമരം, ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ്, അങ്ങനെ കുറച്ച് പ്രവർത്തനങ്ങളെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്. ഇനി മൂർക്കോത്ത് കുമാരനെ കുറിച്ച് വളരെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതായത് PSC ചോദിക്കുന്ന വളരെ ചെറിയ കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അത് മാത്രം നമുക്ക് ചർച്ച ചെയ്യാം. ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്? ക്ലാസ് കേൾക്കുന്നുണ്ടോ? സൗണ്ട് ഒക്കെ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മന്നത്ത് പത്മനാഭനെ കുറിച്ചാണ്. ജനുവരി 2, 1878 ജനിച്ചു. ജനുവരി 2, 1878 ജനിച്ചു. ഫെബ്രുവരി 25, 1970 ഇദ്ദേഹം അന്തരിച്ചത്. അപ്പൊ ഇദ്ദേഹം ജനിച്ചത് കണ്ടു, ഇദ്ദേഹം അന്തരിച്ചതും കണ്ടു. ക്ലിയർ ആണ്? 1878 ജനുവരി 2. മരിച്ചതോ 1970. കണ്ടോ, രണ്ടും ഒരു 70ലാണ്. ഫെബ്രുവരി 25 മരിച്ചത്. ചങ്ങനാശ്ശേരി പെരുന്ന എന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലമാണ് ചങ്ങനാശ്ശേരിയാണ്, പെരുന്നയാണ്. ഇദ്ദേഹത്തിന്റെ പിതാവ് ഈശ്വരൻ നമ്പൂതിരിയാണ്. ഇദ്ദേഹത്തിന്റെ പിതാവാണ് ഈശ്വരൻ നമ്പൂതിരി. മാതാവ് പാർവതി അമ്മ. മാതാവാരാണ്? പാർവതി അമ്മ. ഇനി ഇദ്ദേഹം മരിച്ച ഡേറ്റ് ഒന്നും കൂടി പറയുന്നുണ്ട്. 1970, ഫെബ്രുവരിയാണ് 25. അപ്പൊ ജനിച്ച സ്ഥലം എവിടെയാണ്? ചങ്ങനാശ്ശേരിയിലാണ്, പെരുന്നയാണ്, കോട്ടയം ജില്ല. കോട്ടയം ജില്ല ഒക്കെയാണ്, കോട്ടയം ജില്ലയാണ് ചങ്ങനാശ്ശേരി. ഇദ്ദേഹത്തിന്റെ ഒരു വിശേഷണമാണ് ഭാരത കേസരി എന്ന് അറിയപ്പെടുന്നു. ഭാരത കേസരി എന്ന് അറിയപ്പെടുന്നു. ആരാണ് ഭാരത കേസരി എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇങ്ങനെ ഒരു ബഹുമതി 1959 ഇദ്ദേഹത്തിന് നൽകുന്നത്. 1959 ഇദ്ദേഹത്തിന് ഭാരത കേസരി എന്നൊരു ബഹുമതി നൽകുന്നു. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നതും മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ മന്നത്ത് പത്മനാഭൻ ഭാരത കേസരി എന്ന് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നും അറിയപ്പെടുന്നു. ഭാരത കേസരി എന്നും അതുപോലെ തന്നെ മദൻ മോഹൻ മാളവ്യ എന്നും അറിയപ്പെടുന്നു. രണ്ട് പേരുകൾ പഠിച്ചു. മദൻ മോഹൻ മാളവ്യ കേരളത്തിന്റെ, അതുപോലെ ഭാരത കേസരി. ഭാരത കേസരി എന്ന ബഹുമതി നൽകിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. ആരാണ്? സർദാർ KM പണിക്കർ. ഇനി ഇദ്ദേഹത്തിന് കുട്ടിക്കാലത്ത് കൂടുതൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു ഗോവിന്ദപിള്ള. കുട്ടിക്കാലത്ത് ഇദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം ആരെയായിരുന്നു? കൂടുതൽ സ്വാധീനിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ഗോവിന്ദപിള്ള. കാഞ്ഞിരപ്പള്ളിയിൽ ഇദ്ദേഹത്തിന് പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കുന്നു. 1893 മന്നത്ത് പത്മനാഭൻ അങ്ങനെ ഒരു അധ്യാപകനായി മാറി. അധ്യാപകനായിട്ടാണ് ആദ്യം ജോലിയിൽ പ്രവേശിക്കുന്നത്. ഈ വർഷമൊന്നും വേണ്ട. 905 ആയപ്പോൾ ഇദ്ദേഹത്തിന് അഡ്വക്കേറ്റ് ബിരുദം ലഭിച്ചു. 921 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. 21 31 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ഒരു വ്യക്തിയാണ് പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ യോഹന്നാൻ. ക്ലിയർ ആണ്? ക്ലിയർ അല്ലേ? അപ്പൊ 21 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. ആര്? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹ ഭാഗമായി സവർണ ജാഥ നയിച്ചു. വൈക്കം സത്യാഗ്രഹ ഭാഗമായിട്ട് എന്ത് നയിച്ചു? സവർണ ജാഥ. സവർണരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ജാഥ നയിച്ചു. ഇത് ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു? നമ്മുടെ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. 1924 മാർച്ചിലാണ് നമ്മുടെ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. 603 ദിവസം നീണ്ടുനിന്നു. 25 നവംബർ 23 അവസാനിച്ചത്.
കേരളത്തില് അയിത്തത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ്. ഇത് വൈക്കം എന്ന ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭമാണ്. ഇതിന്റെ നേതാവ് TK മാധവനായിരുന്നു. ഇതിലെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭനാണ്. ഇദ്ദേഹം കോട്ടയം ജില്ലയിലെ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരം വരെ കാൽനട ജാഥ നടത്തി. എന്നാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ 1924 നവംബർ 1 ആരംഭിച്ചു. നവംബർ 12 ആയപ്പോൾ തിരുവനന്തപുരത്ത് എത്തുകയും സേതുലക്ഷ്മി ഭായിക്ക് നിവേദനം കൈമാറുകയും ചെയ്തു. അപ്പോൾ വൈക്കം ടു തിരുവനന്തപുരമാണ് സവർണജാഥ നടത്തിയത്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. സവർണജാഥ നടത്തിയ വ്യക്തിയുടെ പേരാണ് മന്നത്ത് പത്മനാഭൻ. നേതൃത്വം കൊടുത്തു. ഇദ്ദേഹത്തോടൊപ്പം ഒരുപാട് ആളുകൾ ഈ ഒരു ജാഥയിൽ പങ്കെടുത്തു. ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ കമ്മിറ്റിയുടെ പ്രസിഡന്റായി 1931 ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റായി. ഇദ്ദേഹം INCയിൽ അംഗമായത് 1947 47 INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമാകുന്നത്. ഉത്തരവാദിത്ത ഭരണത്തിന് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ചതാണ് മുതുകുള പ്രസംഗം. ഉത്തരവാദിത്ത പ്രക്ഷോഭത്തിന്, ഈ ഉത്തരവാദിത്ത ഭരണത്തിന് വേണ്ടി സന്ധിയില്ല സമരം 1947 മെയ് 25 മുതുകുള പ്രസംഗം ഇദ്ദേഹം നടത്തിയത്. വെരി ഇമ്പോർട്ടന്റ്. മുതുകുള പ്രസംഗം 1947 മെയ് 25 മന്നത്ത് പത്മനാഭനാണ് മുതുകുള പ്രസംഗം നടത്തിയത്. 1935 C കേശവന്റെ പ്രസംഗം, കോഴഞ്ചേരി പ്രസംഗം, അങ്ങനെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഇത് മുതുകുള പ്രസംഗം 1947 ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രസംഗമാണ്. ക്ലിയർ ആണ്. താലികെട്ട് കല്യാണം എന്ന അനാചാരം നിർത്തലാക്കിയ നവോത്ഥാന നായകനാണ്. താലികെട്ട് കല്യാണം എന്ന അനാചാരം നിർത്തലാക്കിയ നവോത്ഥാന നായകനാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തത് നോക്കാം. മന്നത്ത് പത്മനാഭൻ പെരുന്ന ചങ്ങനാശ്ശേരിയിലാണ് ജനിച്ചത്. 1878 ജനുവരി 2 ഭാരതകേസരി എന്നറിയപ്പെടുന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഈ ഒരു ബഹുമതി നൽകിയത്. മദൻ മോഹൻ മാളവ്യ കേരളത്തിലെ എന്ന് വിളിക്കുന്നു. അത് സർദാർ KM പണിക്കറാണ് ആദ്യം വിശേഷിപ്പിച്ചത്. ഈശ്വരൻ നമ്പൂതിരി പിതാവ്, മാതാവ് പാർവതി അമ്മയാണ്. 1970 ഫെബ്രുവരി 25 മരിച്ചു. ഇനി കുട്ടിക്കാലത്ത് കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ഗോവിന്ദ പിള്ളയായിരുന്നു. അധ്യാപകനായി, പിന്നെ അഡ്വക്കേറ്റായി. ശ്രീമൂലം പ്രജാസഭയിൽ 1921 അംഗമായി. വൈക്കം സത്യാഗ്രഹ ഭാഗമായി സവർണ ജാഥ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്ത് നിന്ന് വൈക്കത്തേക്ക് അയച്ചു. 1924 നവംബർ 1. ഹായ് അഞ്ജലി, മനസ്സിലാകുന്നുണ്ടോ? ഹായ് അശ്വനി, നയന, ശ്രുതി, കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ. അപ്പൊ നവംബർ 1 വൈക്കത്ത് നിന്ന് യാത്ര തുടങ്ങി. നവംബർ 12 തിരുവനന്തപുരത്ത് എത്തി. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റായി 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. INCയിൽ അംഗമായത് 1947 മുതുകുള പ്രസംഗം നടത്തുന്നതും 47 ഇദ്ദേഹം മുതുകുള പ്രസംഗം നടത്തി. എന്നാണ് മുതുകുള പ്രസംഗം നടത്തിയത്? 47. താലികെട്ട് കല്യാണം എന്ന അനാചാരം നിർത്തലാക്കിയ നവോത്ഥാന നായകൻ. ഇനി തിരുവിതാംകൂറില് ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു മന്നത്ത് പത്മനാഭൻ. അപ്പൊ തിരുവിതാംകൂറില് എന്തിന്റെയാണ് ആദ്യ പ്രസിഡന്റ് ആയത്? ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു നമ്മുടെ മന്നത്ത് പത്മനാഭൻ. ക്ലിയർ ആണ്. അപ്പൊ തിരുവിതാംകൂറിലെ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് മന്നത്ത് പത്മനാഭൻ എന്ന് ഓർക്കുക. ഇത്രയും ക്ലിയർ ആണ്. ഇനി പത്മനാഭൻ ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായത് 1949. ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായത് എന്നാണ്? 1949. മന്നത്ത് പത്മനാഭനും R. ശങ്കറും കൂടി
കോൺഗ്രസിന്റെ നേതാവായിരുന്നു ആർ ശങ്കർ, അല്ലെ? കേരള മുഖ്യമന്ത്രിയായിട്ടുള്ള വ്യക്തിയാണ്. ഈ മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു, ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി. 1950 ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചത്. ആർ ശങ്കറും പത്മനാഭനും ചേർന്ന് മറ്റൊരു സംഘടനയും സ്ഥാപിച്ചു, ഹിന്ദു മഹാമണ്ഡലം എന്ന സംഘടനയാണ്. ഹിന്ദു മഹാമണ്ഡലം. പത്മനാഭന് പത്മഭൂഷൺ നൽകി ഇന്ത്യ ഗവൺമെന്റ് ആദരിച്ചു. 1966 പത്മഭൂഷൺ നൽകിയത്. 1966. ഇനി ഇദ്ദേഹത്തിന്റെ ആത്മകഥ എന്താ? എന്റെ ജീവിത സ്മരണകൾ. ആത്മകഥ എന്താണ്? എന്റെ ജീവിത സ്മരണകൾ. എന്നാണ് പത്മഭൂഷൺ ലഭിച്ചത്? 66. മുതുകുള പ്രസംഗം എന്നാണ്? 47. എന്നാണ് സവർണ ജാഥ നടത്തിയത്? 24 നവംബർ 1. ഗുരുവായൂർ സത്യാഗ്രഹത്തിലെ പ്രസിഡന്റ് ആകുന്നത് 31. വർഷങ്ങൾ പലതും പഠിക്കാനുണ്ട്. 970 മരിച്ചത്. 878 ജനിച്ചത്. ഓക്കെയാണ്. ചങ്ങനാശ്ശേരി പെരുന്നാൾ. ഭാരതകേസരി മദൻ മോഹൻ മാളവ്യ. ഭാരതകേസരി ബഹുമതി നൽകുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇങ്ങനെ വിശേഷിപ്പിച്ചത് മദൻ മോഹൻ മാളവ്യ, സർദാർ KM പണിക്കർ. ഗോവിന്ദ പിള്ളയെ കണ്ടു. അധ്യാപകൻ, അഡ്വക്കേറ്റ്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് കണ്ടു. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ INC അംഗമായത് 47. മുതുകുള പ്രസംഗവും കണ്ടു. ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ്. ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായി. ആർ ശങ്കറും പത്മനാഭനും ചേർന്നാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചത്. നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാം മനസ്സിലാകുന്നുണ്ട്. സംഭവം മലയാളമാണല്ലോ, പെട്ടെന്ന് മനസ്സിലാകും. പക്ഷെ ഓർത്ത് വെക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാം ഓർമ്മ വരുന്നുണ്ടോ? ആർ ശങ്കർ പത്മനാഭനും കൂടെ ചേർന്ന് വേറൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. അത് ഹിന്ദു മഹാമണ്ഡലം എന്ന സംഘടനയാണ്. ഹിന്ദു മഹാമണ്ഡലം. പത്മനാഭന് ഇന്ത്യ ഗവൺമെന്റ് പത്മഭൂഷൺ നൽകി 1966. ഇനി എന്റെ ജീവിത സ്മരണകൾ ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. എന്റെ ജീവിത സ്മരണകൾ ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. മന്നം മെമ്മോറിയൽ. മന്നം മെമ്മോറിയൽ. മന്നം മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ചങ്ങനാശ്ശേരിയിലാണ്, പെരുന്ന എന്ന സ്ഥലത്താണ്. ചങ്ങനാശ്ശേരിയിലാണ്, പെരുന്ന എന്ന സ്ഥലത്ത്. ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്ത് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ മെമ്മോറിയൽ. ഇനി ഇന്ത്യ ഗവൺമെന്റ് ഇദ്ദേഹത്തിന് ആദരസൂചകമായി ഒരു സ്റ്റാമ്പ് പുറത്തിറക്കി. വർഷം ചോദിക്കാറുണ്ട്. 1989 ഈ സ്റ്റാമ്പ് പുറത്തിറക്കിയത്. സ്റ്റാമ്പ് പുറത്തിറക്കിയത് 1989. സ്റ്റാമ്പ് എന്ന് പുറത്തിറക്കി? 1989. മന്നത്ത് പത്മനാഭൻ ആൻഡ് ദ റിവൈവൽ ഓഫ് നായർ ഇൻ കേരള. മന്നത്ത് പത്മനാഭൻ ആൻഡ് ദ റിവൈവൽ ഓഫ് നായർ ഇൻ കേരള. ഇങ്ങനൊരു പുസ്തകം രചിച്ചത് ആരാണ്? വി ബാലകൃഷ്ണനും ലീലാദേവിയും കൂടിയാണ്. വി ബാലകൃഷ്ണൻ, ലീലാദേവി. മന്നത്ത് പത്മനാഭൻ ആൻഡ് ദി റിവൈവൽ ഓഫ് നായർ ഇൻ കേരള. ഇനി ഇദ്ദേഹം രചിച്ച മറ്റു പുസ്തകങ്ങൾ. സ്നേഹലത. ഇതൊരു നോവലാണ്. സ്നേഹലത. ഞങ്ങളുടെ FMS യാത്ര. പഞ്ചകല്യാണി നിരൂപണം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ രചനകൾ കണ്ടു. സ്നേഹലത എന്ന് പറയുന്ന ഒരു നോവൽ രചിച്ചു. ഞങ്ങളുടെ FMS യാത്ര എന്ന് പറഞ്ഞൊരു യാത്രാ വിവരണം എഴുതി. പഞ്ചകല്യാണി എന്ന് പറഞ്ഞൊരു നിരൂപണവും രചിച്ചു. സ്നേഹലത, FMS യാത്ര, പഞ്ചകല്യാണി നിരൂപണം. FMS യാത്രയൊക്കെ സ്ഥിരമായി ചോദിക്കാറുണ്ട്. ഞങ്ങളുടെ FMS യാത്ര. ഇനി എന്റെ ദേവനും ദേവിയും എന്റെ സംഘടനയാണ് എന്ന് പറഞ്ഞത് നമ്മുടെ മന്നത്ത് പത്മനാഭനാണ്. എന്റെ ദേവനും ദേവിയും ആര് തന്നെയാണ്? എനിക്കെല്ലാം എന്റെ സംഘടനയാണ്, എന്റെ ദേവനും ദേവിയും എന്റെ സംഘടനയാണ് എന്ന് മന്നത്ത് പത്മനാഭൻ പറഞ്ഞു. കേരള ഗവൺമെന്റ് മന്നം ജയന്തി ജനുവരി 2, ഇദ്ദേഹം ജനിച്ച വർഷം 1878 ജനുവരി 2 അല്ലേ? അപ്പൊ ഈ ജനുവരി 2 പൊതു അവധിയായി പ്രഖ്യാപിച്ചു. നിങ്ങൾക്ക് ഈ പ്രാവശ്യം അറിയാം, ഇപ്പൊ ജനുവരി ആണ് അല്ലെ?
അപ്പൊ ജനുവരി 2 അവധി കിട്ടിയില്ലായിരുന്നോ? മന്നം ജയന്തി ജനുവരി 2 മന്നം ജയന്തി പൊതു അവധിയായി പ്രഖ്യാപിച്ചു. 2014 ഇത് കേരള ഗവൺമെന്റ് ഒരു പൊതു അവധിയായിട്ട് പ്രഖ്യാപിച്ചത്. 2014 ജനുവരി 2. കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിതയാണ് തോട്ടക്കാട്ട് മാധവിയം. കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായിട്ടുള്ള ആദ്യ വനിതയാണ് ഈ തോട്ടക്കാട് മാധവിയമ്മ. ആരാണ്? മന്നത്ത് പത്മനാഭന്റെ ഭാര്യ. ഇനി ഇദ്ദേഹം നായർ സർവീസ് സൊസൈറ്റി രൂപീകരിച്ചു, വിമോചന സമരം നടത്തി. വിമോചന സമരത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ് വിമോചന സമരം? EMS മന്ത്രിസഭയെ പുറത്താക്കുന്നതിനായി മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ അരങ്ങേറിയതാണ് വിമോചന സമരം. അപ്പൊ ഏത് മന്ത്രിസഭയാണ് പുറത്താക്കേണ്ടത്? EMS മന്ത്രിസഭ. കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി ആരാണ്? EMS ആണ്. കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. ഇവര് മന്നത്ത് പത്മനാഭൻ ആർശങ്കറും കൂടെ ഡെമോക്രാറ്റിക് കോൺഗ്രസ് ഒക്കെ അല്ലേ രൂപീകരിച്ചത്. അപ്പൊ ഇവര് എന്ത് ചെയ്തു? നോക്കിയിരിക്കുകയാണ് എങ്ങനെയെങ്കിലും പുറത്താക്കാൻ. അപ്പോഴാണ് ജോസഫ് മുണ്ടശ്ശേരി ഒരു വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിച്ചത്. അദ്ദേഹം ആ ഒരു മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. ഈ വിദ്യാഭ്യാസ ബില്ലിനെതിരെയാണ് വിമോചന സമരം ആരംഭിച്ചത്. EMS മന്ത്രിസഭയെ മൊത്തത്തിൽ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടാണ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ ഈ സമരം നടന്നത്. 1959 ജൂൺ 12 വിമോചന സമരം ആരംഭിച്ചത്. 1959 ജൂൺ 12 വിമോചന സമരം ആരംഭിച്ചത്. ഈ വിമോചന എന്ന വാക്ക് നിർദ്ദേശിച്ചത് പനമ്പിള്ളി ഗോവിന്ദ മേനോനാണ്. ആരാണ്? പനമ്പിള്ളി ഗോവിന്ദ മേനോനാണ്. പനമ്പിള്ളി ഗോവിന്ദ മേനോൻ വിമോചനം വേണം, ജനങ്ങൾക്ക് മോചനം വേണം എന്ന രീതിയിൽ ഈ ഒരു വാക്ക് നിർദ്ദേശിച്ചു. സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തില് ഒരു സംഭവം ഉണ്ടായി. ചെറിയ തുറ വെടിവയ്പ്. എന്താണ്? ചെറിയ തുറ വെടിവയ്പ്. ചെറിയ തുറ വെടിവയ്പ്. അങ്ങനെ EMS മന്ത്രിസഭ എന്ന് പിരിച്ചുവിട്ടു. ജൂൺ 12 സമരം ആരംഭിച്ചു. ജൂലൈ 31 കേരളത്തിന്റെ ആദ്യ മന്ത്രിസഭ മുഖ്യമന്ത്രി EMS അദ്ദേഹം ഉൾപ്പെടെയുള്ള ആ മന്ത്രിസഭയെ പുറത്താക്കും. 1959 ജൂലൈ 31. വിമോചന സമരവുമായി ബന്ധപ്പെട്ട് മന്നത്ത് പത്മനാഭൻ ജീവശിഖ യാത്ര നടത്തി. അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു ജീവശിഖ യാത്ര. വൈക്കം സത്യാഗ്രഹത്തിന് സവർണജാഥ നടത്തിയത് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കാണെങ്കിൽ ഇത് അങ്കമാലി, എറണാകുളം ജില്ലയിലെ അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയാണ് പത്മനാഭൻ ജീവശിഖ യാത്ര നടത്തിയത്. ക്ലിയർ ആണോ? അപ്പൊ വിമോചന സമരവുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ഒന്നോർത്തേ. വിമോചന എന്ന വാക്ക് നിർദ്ദേശിച്ചത് പനമ്പിള്ളിയാണ്. എന്തിനാണ് വിമോചന സമരം? ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രി അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബില്ലിനെതിരെ EMS മന്ത്രിസഭയെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മന്നത്ത് പത്മനാഭനാണ് നേതൃത്വം കൊടുത്തത്. 1959 ജൂൺ 12 ജൂലൈ 31 പുറത്താക്കി. ചെറിയ തുറ വെടിവയ്പ് ഇതുമായി ബന്ധപ്പെട്ട് അരങ്ങേറി. ഇപ്പൊ ജീവശിഖ യാത്ര നടത്തി. അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന ജീവശിഖ യാത്ര. ഡേറ്റുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. 59 ജൂൺ 12, 59 ജൂലൈ 30. ഇനി നമുക്ക് എന്താണ് NSS എന്ന് പഠിക്കണം. 1914 ഒക്ടോബർ 31 സ്ഥാപിച്ചു. ഏത് വർഷം? 14. ഇമ്പോർട്ടന്റ്. ഒക്ടോബർ 31. 1914 ഒക്ടോബർ 31 നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത്. NSS സ്ഥാപിച്ചു. ആദ്യ പ്രസിഡന്റ് കെ കേളപ്പനാണ്. ആദ്യ സെക്രട്ടറി ആയിരുന്നു മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ഇവർ തിരിച്ചാണ്. ഗുരുവായൂരിൽ സത്യാഗ്രഹത്തിന്റെ ആദ്യ പ്രസിഡന്റ് മന്നത്തും സെക്രട്ടറി കെ കേളപ്പനുമാണ്. കെ കേളപ്പൻ. NSS വരുമ്പോൾ ഇവർ തിരിഞ്ഞു. സെക്രട്ടറിയായി ഈ പ്രസിഡന്റ്. കണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. കാര്യം പിടി കിട്ടിയോ? തെറ്റരുതിനി. അപ്പോ നായർ സർവീസ് സൊസൈറ്റി NSSന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? കെ കേളപ്പന.
ആദ്യ സെക്രട്ടറിയാണ് മന്നത്ത് പത്മനാഭൻ. NSSന്റെ ആദ്യ ട്രഷറർ ആരാണ്? പനങ്ങാട്ട് കേശവ പണിക്കർ. പനങ്ങാട്ട് കേശവ പണിക്കറാണ് ആദ്യ ട്രഷറർ. ഇനി NSSന്റെ മുഖപത്രം എന്താണ്? നായർ സർവീസ് സൊസൈറ്റി അല്ലെ? നായർ സർവീസ് സൊസൈറ്റി ആണ്. അതിൽ തന്നെ സർവീസ് ഉണ്ട്. സർവീസ് എന്നാണ് ഇതിന്റെ മുഖപത്രം. സർവീസ് എന്നാണ് മുഖപത്രം. അപ്പൊ അത് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഈ സർവീസ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് കറുകച്ചാൽ എന്ന സ്ഥലത്ത് നിന്നാണ്. കറുകച്ചാൽ എന്ന സ്ഥലത്ത് നിന്നാണ് ഈ ഒരു പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. എവിടെ നിന്നാണ്? കറുകച്ചാൽ എന്ന സ്ഥലത്ത് നിന്നാണ്. 1905 ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ച സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഭാരത സേവാ സംഘം മാതൃകയിൽ സ്ഥാപിച്ചതാണ്. അപ്പോ നമ്മുടെ ഒന്നെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, മലയാളത്തിൽ പറഞ്ഞാൽ ഭാരത സേവാ സംഘം. രണ്ടും ഒരു പേരുകളാണ്. ഇത് ആരുടെ മാതൃകയാണ്? NSS രൂപീകരിച്ചത് നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയെ മലയാളത്തിൽ പറയാം ഭാരത സേവാ സംഘം. 1905 ഗോപാലകൃഷ്ണ ഗോഖലെ ഈ ഒരു സംഘടന ആരംഭിച്ചത്. ഇതിന്റെ മാതൃകയിലാണ് 1914 NSS സ്ഥാപിച്ചത്. അപ്പൊ എന്തിന്റെ മാതൃകയിലാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയുടെ NSS എന്തിന്റെ മാതൃകയിലാണ്? സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ് NSS രൂപീകരിച്ചത്. സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഈ NSSന്റെ ആസ്ഥാനം പെരുന്നയാണ്. ചങ്ങനാശ്ശേരിയിലാണ് പെരുന്ന. കോട്ടയം എന്ന ജില്ലയിലാണ് പെരുന്ന. ആദ്യകാലങ്ങളിൽ ഈ NSSനെ വിളിച്ച പേര് നായർ ഭൃത്യജന സംഘം എന്ന. ആദ്യകാലത്ത് NSSന്റെ പേരെന്തായിരുന്നു? നായർ ഭൃത്യജന സംഘം. ഈ പേര് കൊടുത്തത് കപ്പന കണ്ണൻ മേനോന. അപ്പൊ ഈ പേര് നോക്കിയേ, ഭൃത്യൻ അല്ലെ? അപ്പൊ നമുക്കൊരു ഗുമ്മില്ല, അല്ലെങ്കിൽ ഒരുമാതിരി എന്താണ്, ആരെയോ ഒക്കെ ഇങ്ങനെ താങ്ങി നിൽക്കുന്നോലല്ലേ തോന്നുന്നത്. അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അങ്ങനെ ഇവര് പേര് മാറ്റി. നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് K. പരമപിള്ള നിർദ്ദേശിച്ചു. അങ്ങനെ ആദ്യ കരയോഗം നടക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ തട്ടയിൽ എന്ന സ്ഥലത്താണ്. ആദ്യ സ്കൂള് NSS സ്ഥാപിച്ചു. അത് കോട്ടയം ജില്ലയിലാണ്, കറുകച്ചാൽ എന്ന സ്ഥലത്താണ്. അപ്പൊ എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മൾ NSSനെ കുറിച്ചാണ് പഠിക്കുന്നത്. NSS എന്നാണ് രൂപീകരിച്ചത്? 1914 ഒക്ടോബറിലാണ്, 31 ഗാന്ധിജി ഓർമ്മ വരുന്നുണ്ടോ? ഒക്ടോബർ 31 എന്നൊക്കെ. ഒക്ടോബർ അറിയാമോ? ജനുവരി 30, ഒക്ടോബർ 2 അല്ലെ? ഒക്ടോബർ 31 എന്ന് പറയുമ്പോൾ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ് അല്ലെ? ഓക്കെ. അപ്പൊ ഇനി ആദ്യ പ്രസിഡന്റ് K. കേളപ്പൻ, ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ. മുഖഭദ്രം സർവീസ് ആണ്. ആദ്യ ട്രഷറർ പനങ്ങാട്ട് കേശവ പണിക്കർ. ക്ലിയർ ആണ്? ഇനി സർവീസ് ആരംഭിച്ചത് കറുകച്ചാൽ എന്ന സ്ഥലത്താണ്. കറുകച്ചാൽ എന്ന് വെച്ചാൽ ഏത് ജില്ലയിലാണെന്ന് അറിയാമോ? നമ്മൾ പറയുന്നുണ്ട് കറുകച്ചാൽ, ഏതാണ്ട് ഇവിടെ പറയും കറുകച്ചാലിനെ കുറിച്ച്. അപ്പോൾ കാണാം, കോട്ടയം തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഇനി 1905 ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ് NSS രൂപീകരിച്ചത് എന്ന് നമ്മൾ അറിയണം. ചങ്ങനാശ്ശേരി പെരുന്നയാണ് ഇതിന്റെ ആസ്ഥാനം. ആദ്യത്തെ പേര് കപ്പന കണ്ണൻമേനോനിട്ടതാണ് നായർ ഭൃത്യജന സംഘം എന്നാണ്. പിന്നീടാണ് ഇതിന്റെ പേര് മാറ്റുന്നത്. അത് K. പരമപിള്ളയാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത്. ആദ്യ കരയോഗം നടന്നത് പത്തനംതിട്ട ജില്ലയിൽ തട്ടയിൽ എന്ന സ്ഥലത്താണ്. അപ്പൊ NSSന്റെ ആദ്യ സ്കൂൾ എവിടെയായിരിക്കും? അത് ഈ കറുകച്ചാലിലാണ്, കോട്ടയം ജില്ലയിലെ കറുകച്ചാലിലാണ് ആദ്യ സ്കൂള്. തിരുമുമ്പ് നമ്മൾ പറഞ്ഞില്ലേ സർവീസ് എന്ന് പറയുന്ന പ്രസിദ്ധീകരണം കറുകച്ചാൽ കോട്ടയം. അവിടെ തന്നെയാണ് NSSന്റെ ആദ്യ സ്കൂളും സ്ഥാപിച്ചത്. കറുകച്ചാൽ NS സ്കൂളിന്റെ ആദ്യ ഹെഡ് മാസ്റ്റർ ആര് എന്ന എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ആദ്യ ഹെഡ് മാസ്റ്റർ K. കേളപ്പനാണ്. അപ്പൊ കറുകച്ചാൽ എന്ന ഈ സ്കൂളിന്റെ ആദ്യ ഹെഡ് മാസ്റ്റർ ആരാണ്? K. കേളപ്പനാണ്. പെരുന്ന NSSന്റെ ആദ്യ പ്രിൻസിപ്പൽ, ഈ കോളേജിന്റെ ആദ്യ പ്രിൻസിപ്പൽ TK നാരായണ അയ്യറാണ്. TK നാരായണ അയ്യറാണ്.
NSS സംഘടനയുടെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? NSS സംഘടനയുടെ മറ്റു പേരുകൾ മലയാളി സഭ, കേരളീയ നായർ സംഘടന, ഇങ്ങനെയൊക്കെ ഇതിന്റെ മറ്റു പേരുകളാണ്. മലയാളി സഭ എന്നൊരു പേരുണ്ട്, കേരളീയ നായർ സംഘടന എന്നൊരു പേരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. ഞാൻ കുറച്ച് സ്ലോ ചെയ്ത് വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്താണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് നമ്മൾ PDF 2 or 3 വട്ടം വായിച്ചാലേ നമുക്കിത് സെറ്റാക്കാൻ പറ്റൂ. ക്ലാസ്സിൽ നമുക്ക് 1 അവറിനുള്ളിൽ 2 പേരെ തീർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് മാക്സിമം നിങ്ങൾക്ക് പറഞ്ഞു പോകും. നമ്മൾ എത്ര സ്ലോയിൽ പറഞ്ഞാലും ഇത് ആദ്യമായി കേൾക്കുന്ന ഒരാൾക്ക് എല്ലാം കൂടെ ഓർത്ത് വെക്കാൻ പാടാണ്. അപ്പൊ നമ്മൾ ചുമ്മാ സ്ലോ ചെയ്ത് നമ്മുടെ സമയം കളയാം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് വായിക്കുക, റിവിഷൻ ചെയ്യുക. പിന്നെ നിങ്ങൾ PDF എടുത്തു വെച്ച് വായിക്കുക. ഞാൻ ഇങ്ങനെ റിവിഷൻ ചെയ്ത് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് തലയിൽ കയറിക്കോളും കേട്ടോ. അപ്പൊ NSS സംഘടനയുടെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? മലയാളി സഭയുണ്ട്, കേരളീയ നായർ സംഘടനയുണ്ട്. 2 പേരുകൾ നമ്മൾ ഓർക്കണം. മലയാളി സഭ എന്നാണ് രൂപീകരിച്ചതെന്നൊക്കെ കയറി ചോദിച്ചു കളയും. ഇപ്പോഴത്തെ PSC നമ്മളെ തലയ്ക്ക് വട്ടുപിടിപ്പിക്കുന്ന PSC ആണ്. കേരളീയ നായർ സംഘടന സ്ഥാപിച്ചത് എന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് തന്നെ എഴുതണം? നമുക്ക് NSS എന്ന് ചോദിച്ചാലേ നമ്മൾ എഴുതത്തോളൂ. അങ്ങനെ അല്ല. മലയാളി സഭ എന്ന് ചോദിച്ചാൽ നമ്മൾ 2014 എന്ന് എഴുതണം. മലയാളി സഭയുടെ സെക്രട്ടറി ആര് എന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭൻ എന്ന് എഴുതണം. ഈ നായർ സമാജം സ്ഥാപിച്ചതും മന്നത്താണ്. നായർ സമാജം സ്ഥാപിച്ചു മന്നത്ത്. ഇനി കേരള നായർ സമാജമുണ്ട്, അത് സ്ഥാപിച്ചത് C കൃഷ്ണപിള്ളയാണ്. അപ്പൊ നായർ സമാജം മന്നത്താണ്, മന്നത്ത് പത്മനാഭനാണ് സ്ഥാപിച്ചത്. NSS മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ചതാണ്. ഇനി മറ്റൊരു സാധനമുണ്ട്, കേരള നായർ സമാജം, അത് C കൃഷ്ണപിള്ളയാണ് സ്ഥാപിച്ചത്. ഈ സ്ഥാപിച്ചതൊക്കെ ചോദിക്കുമ്പോൾ മാറി തിരിച്ചും പോകരുത്. നായർ കാണുമ്പോൾ എല്ലാവരും ഓടിപ്പിടിച്ച് മന്നത്ത് പത്മനാഭനെ എഴുതും. എല്ലാം അതല്ല. കേരള നായർ സമാജമുണ്ട്, അത് C കൃഷ്ണപിള്ളയാണ് സ്ഥാപിച്ചത്. നായർ സർവീസ് സൊസൈറ്റി, ഇതിന്റെ നേതൃത്വത്തിൽ ഒരു സമസ്ത കേരള നായർ സമ്മേളനം നടന്നു. 14 രൂപീകരിച്ചത്. അപ്പൊ 16 ആയപ്പോഴത്തന്നെ അവർ സമ്മേളനം നടത്തി. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രകാരം NSS രജിസ്റ്റർ ചെയ്തു. ഈ കമ്മ്യൂണിസ്റ്റ് അല്ല, കമ്പനി ആക്ട് പ്രകാരം. അപ്പൊ ഇന്ത്യയുടെ കമ്പനി ആക്ട് പ്രകാരം ഇതൊരു സംഘടനയല്ലേ, അങ്ങനെ രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്ത് 1925 എന്നാണ് രജിസ്റ്റർ ചെയ്തത്. 25 അപ്പൊ അന്നത്തെ കാലത്തൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്. എല്ലാം ഒന്ന് മനസ്സിലാക്കി വരണ്ടേ. അതിനുശേഷം രജിസ്റ്റർ ചെയ്തത് നമ്മൾ പഠിച്ചു. എന്നാണ് 1925. ക്ലിയർ ആണ്? ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തത്. കമ്പനീസ് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്യണം നമ്മുടെ ഇവിടുത്തെ സംഘടനകളൊക്കെ. ഇനി NSSന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ദേശീയ പാർട്ടി നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. NSSന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പാർട്ടി ഏതാണ്? നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. നമുക്ക് ആദ്യം NSSനെ ഒന്ന് റിവിഷൻ ചെയ്യാം. 2014 രൂപീകരിച്ചത്. പെരുന്നയിലാണ് ഇതിന്റെ ആസ്ഥാനം. കറുകച്ചാലിലാണ് ഇവർ പ്രസിദ്ധീകരണം സർവീസ് ആരംഭിച്ചത്. കറുകച്ചാലിലാണ് സ്കൂൾ ആരംഭിച്ചത്. സ്കൂളിന്റെ ആദ്യ ഹെഡ് മാസ്റ്റർ K കേളപ്പനായിരുന്നു. NSSന്റെ ആദ്യ പ്രസിഡന്റ് K കേളപ്പനാണ്. സെക്രട്ടറി മന്നത്ത് പത്മനാഭനാണ്. ഇനി ആദ്യത്തെ പേര് കണ്ണൻ മേനോൻ ഇട്ട നായർ വൃത്തിജന സംഘം എന്നാണ്. പിന്നീട് K പരമപിള്ളയാണ് പേര് മാറ്റി നായർ സർവീസ് സൊസൈറ്റി എന്നാക്കുന്നത്. അപ്പോ NSS അല്ലെ, ഇതിന്റെ ദേശീയ പാർട്ടി നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. NSSുമായി ബന്ധപ്പെട്ട് 14 ഒക്ടോബർ 31 പ്രസിഡന്റ് K കേളപ്പൻ, സെക്രട്ടറി മന്നത്ത്, മുഖപത്രം സർവീസ്. ആദ്യ ട്രഷറർ ചോദിച്ചിട്ടുണ്ട് പനങ്ങാട്ട് കേശവ പണിക്കർ. കറുകൊച്ചാലിൽ നിന്നാണ് സർവീസ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ മാതൃകയിലാണ് സെർവൻസ് ഓഫ് ഇന്ത്യയുടെ പെരുന്ന. ആദ്യകാല നായർ വൃത്തിജന സംഘം കപ്പന കണ്ണൻ മേനോൻ, പിന്നെ K പരമപിള്ള മാറ്റുന്നു. ആദ്യ കരയോഗം പത്തനംതിട്ട ജില്ല തട്ടേ. ആദ്യ സ്കൂൾ കറുകച്ചാൽ K കേളപ്പനെ ചോദിച്ചു, പലതവണ ചോദിച്ചു. ഹെഡ് മാസ്റ്റർ. ആദ്യ കോളേജ് പെരുന്നേ. ഈ കോളേജിന്റെ ആദ്യ പ്രിൻസിപ്പൽ TK നാരായണ അയ്യറാണ്. TK നാരായണ അയ്യറാണ് ഈ കോളേജിന്റെ ആദ്യ പ്രിൻസിപ്പൽ. ഇനി NSSന്റെ മറ്റു പേരുകളാണ് മലയാളി സഭയും കേരളീയ നായർ സംഘടനയും. നായർ സമാജം മന്നത്ത് പത്മനാഭൻ, കേരള നായർ സമാജം C കൃഷ്ണപിള്ളയാണ്. നായർ സർവീസ് സൊസൈറ്റി സമസ്ത കേരള നായർ സമ്മേളനം നടത്തിയത് 16. അതൊന്നും ചോദിച്ചിട്ടില്ല. കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത വർഷമൊന്നും ചോദിച്ചിട്ടില്ല. പിന്നെ നമ്മളതൊന്ന് ജസ്റ്റ് നോക്കുന്നു, അത്രയേ ഉള്ളൂ. പാർട്ടി ചോദിച്ചിട്ടില്ല, പക്ഷെ ഒരു ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. ക്ലിയർ ആണോ? അങ്ങനെ മന്നത്ത് പത്മനാഭനെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചേക്കുവാണ്. ഒരുപാട് ഡീറ്റെയിൽസ് വേണ്ട, എല്ലാ ഡീറ്റെയിൽസും പഠിച്ചിട്ടുണ്ട്. ഇനി അനാവശ്യം ഒത്തിരി ഡീറ്റെയിൽസ് ഉണ്ടാവും, നമ്മൾ പഠിക്കുന്നില്ല. ഓക്കെ ആണ്. 1872 ജനുവരി 2 ചങ്ങനാശ്ശേരി പെരുന്ന ഈശ്വരൻ നമ്പൂതിരി, പാർവതി അമ്മ. 70 ഫെബ്രുവരി 25 ഭാരത കേസരി, മദൻ മോഹൻ മാളവ്യ, അധ്യാപകൻ അഡ്വക്കേറ്റ്. 2021 എന്ന വർഷം നന്നായി പഠിക്കുക. ശ്രീമൂലം പ്രജാസഭ. സവർണ ജാഥ വർഷം കൃത്യമായി പഠിക്കുക.
INC 47 മുതുകുള പ്രസംഗം പഠിക്കുക, താലികെട്ട് കല്യാണം. ഓക്കെ ആണ്? ക്ലിയർ ആണ്? മനസ്സിലാകുന്നുണ്ടോ? ഇനി ആർ ശങ്കർ പത്മനാഭൻ ചേർന്ന് ഹിന്ദു മഹാമണ്ഡലം അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചു. 1950 ഓക്കെ ആണ്? ക്ലിയർ ആണോ? പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ചത് 1966. എന്റെ ജീവിത സ്മരണകളാണ് ആത്മകഥ സ്ഥിരം ചോദ്യമാണ്. മന്ന മെമ്മോറിയൽ പെരുന്നയിലാണ്. തപാൽ സ്റ്റാമ്പ് ഇറക്കിയത് 1989. വി ബാലകൃഷ്ണൻ ലീലാദേവി കൃതി രചിച്ചു. മന്നത്ത് പത്മനാഭൻ ആൻഡ് ദി റിവൈവൽ ഓഫ് നായർ ഇൻ കേരള. രചനകൾ ഓർത്തു. FMS യാത്ര, സ്നേഹലത, പഞ്ചകല്യാണി, നിരൂപണം. എന്റെ ദേവനും എന്റെ ദേവിയും സംഘടനയാണ് ഇത് ചോദിച്ചു. 2014 ജനുവരി 2 മന്നത്തിന്റെ ജയന്തി അവധിയായി കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ഹായ് അജിത, ലേറ്റ് ആയി പോയല്ലേ? ഓക്കെ, ഇത്രയും ബാക്കി മുതൽ കേൾക്കുക. അടുത്തൊരാളെ പഠിക്കാം. കുറച്ച് ലേറ്റ് ആയി പോയി. കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ വനിതയാണ് തോട്ടക്കാട്ട് മാധവിയമ്മ. മന്നത്തിന്റെ ഭാര്യ. വിമോചന സമരത്തെ കുറിച്ചും കണ്ടു. 1959 ജൂൺ 12 പനമ്പിള്ളി EMS മന്ത്രിസഭയെ പുറത്താക്കുന്നു. വിദ്യാഭ്യാസ ബില്ല് ജോസഫ് മുണ്ടശ്ശേരിയാണ് അവതരിപ്പിച്ചത്. ഒക്കെ ചോദിക്കാറുണ്ട് സ്റ്റേറ്റ്മെന്റില്. ചെറിയ തുറ വെടിവയ്പ് ഓർക്കുക. 1959 ജൂലൈ 31 ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. EMS മന്ത്രിസഭ പുറത്താകും. ജീവശിഖ യാത്ര നടത്തി. ഇനി നായർ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി, കോളേജ് തുടങ്ങി, സ്കൂൾ തുടങ്ങി. അപ്പൊ അവർക്ക് പൈസ വേണ്ടേ? പൈസയ്ക്ക് വേണ്ടി ഇവർ മൂലധന ശേഖരണം നടത്താൻ വീട് വീടാന്തരം കയറിയിറങ്ങി. അപ്പൊ ഒരു പാട്ട് പാടി. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി. ഈ പാട്ട് എല്ലാവർക്കും അറിയാം. ഈ പാട്ടാണ് അവർ വീട് വീടാന്തരം കയറിയിറങ്ങി പാടിയത്. ഈ പാട്ട് രചിച്ചത് ആര് എന്ന് ചോദിക്കാറുണ്ട്. KP രാമൻ പിള്ളയാണ്. അപ്പൊ നായർ സർവീസ് സൊസൈറ്റി ഇവർക്ക് സ്കൂള് കോളേജ് ഒക്കെ സ്ഥാപിക്കാൻ ആഗ്രഹിച്ചു. അപ്പൊ അതിനുവേണ്ടി പൈസ വേണം. പൈസയ്ക്ക് വേണ്ടി ഇവർ വീട് വീടാന്തരം കയറി ഇറങ്ങി. അപ്പൊ ഒരു പാട്ട് പാടി. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന ഗാനമാണ്. ഈ പ്രാർത്ഥനാ ഗാനം രചിച്ചത് പന്തളം KP രാമൻ പിള്ളയാണ്. പന്തളം KP രാമൻ പിള്ള. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നോക്കാം. ക്ലിയർ ആണോ? എന്തൊക്കെയാണ് ചോദ്യങ്ങൾ? ആദ്യ ചോദ്യം, മന്നത്ത് പത്മനാഭൻ ജനിച്ച വർഷം. 4 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ആൻസേഴ്സ് എല്ലാവരും കമന്റ് ചെയ്യുക. തെറ്റാണെങ്കിലും പ്രശ്നമില്ല. ആൻസേഴ്സ് കമന്റ് ചെയ്യുക. പറയാൻ പറ്റുന്ന ഒന്ന് നോക്കുക. മന്നത്ത് പത്മനാഭൻ ജനിച്ച വർഷം 1878. പത്മനാഭൻ ജനിച്ച സ്ഥലം. മന്നത്ത് പത്മനാഭൻ ജനിച്ച സ്ഥലം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഓപ്ഷൻസ് വായിക്കുന്നില്ല. കാര്യം ചിലരൊക്കെ വോയിസ് മാത്രം കേൾക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവണ്ട എന്ന് കരുതിയാണ് നമ്മൾ ഓപ്ഷൻസ് വായിക്കാത്തത്. പെട്ടെന്ന് അങ്ങ് പഠിക്കാമല്ലോ ഞാൻ പറയുന്നത് കേട്ടുകൊണ്ട്. പത്മനാഭൻ ജനിച്ച സ്ഥലം ക്വസ്റ്റ്യൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ ആലോചിക്കുക. നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഉത്തരം വരുന്നുണ്ടോ? പത്മനാഭൻ ജനിച്ച സ്ഥലം പെരുന്നയാണ്. മന്നത്ത് പത്മനാഭൻ ജനിച്ച സ്ഥലം പെരുന്ന. ഹൈ സരീന. ഇനി മന്നത്ത് പത്മനാഭൻ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി. ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ഗോവിന്ദ പിള്ള. മന്നത്ത് പത്മനാഭനെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ഗോവിന്ദ പിള്ള. ഭാരത കേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ഭാരത കേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. ഭാരത കേസരി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ. ഭാരത കേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ. പത്മനാഭൻ സവർണജാഥ നയിച്ച വർഷം. സവർണജാഥ നയിച്ച വർഷം 1924 സവർണജാഥ നയിച്ചത്. 1924 സവർണജാഥ നയിച്ചത്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് സവർണജാഥ നയിച്ചത്? ആരുടെ നിർദ്ദേശപ്രകാരമാണ് സവർണജാഥ നയിച്ചത്? ഗാന്ധിജി. ആൻസേഴ്സ് എല്ലാം കിട്ടുന്നുണ്ടോ? എല്ലാം ഇതുവരെ കറക്റ്റ് അല്ലേ? ഗാന്ധിജി. പ്രസിദ്ധമായ മുതുകുള പ്രസംഗം നടത്തിയ വർഷം.
മന്നത്ത് പത്മനാഭനാണ് മുതുകുള പ്രസംഗം നടത്തിയത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഉത്തരവാദ ഭരണം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. INC ഇദ്ദേഹം ചേർന്നതും ഇതേ വർഷമാണ്, 1947. 1947. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? അപ്പൊ തിരുവിതാംകൂറില് ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ക്ലിയർ ആണ്? ആൻസർ മന്നത്ത് പത്മനാഭനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ്. പത്മനാഭനെ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ആൻസർ സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കർ. ഭാരത കേസരി എന്ന ബഹുമതി മന്നത്ത് പത്മനാഭന് നൽകിയത് ആര്? ഭാരത കേസരി എന്നൊരു ബഹുമതി മന്നത്ത് പത്മനാഭന് നൽകിയത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. രാജേന്ദ്ര പ്രസാദ്. എന്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? വെരി ഇമ്പോർട്ടന്റ്, ആത്മകഥ. FMS യാത്ര നമ്മൾ കണ്ടു, പിന്നെ നോവൽ ഇദ്ദേഹം എഴുതിയത് കണ്ടു, സ്നേഹലത, നിരൂപണം പഞ്ചകല്യാണി നിരൂപണം കണ്ടു. ഇത് എന്താണ്? ആത്മകഥയാണ്. എന്റെ ജീവിത സ്മരണകൾ, മന്നത്ത് പത്മനാഭൻ. മന്നം മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മന്നം മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ? മന്നം മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് പെരുന്നയിലാണ്, ചങ്ങനാശ്ശേരിയിലാണ്, പെരുന്നയിലാണ്. ഇന്ത്യൻ തപാൽ വകുപ്പ് മന്നത്ത് പത്മനാഭനോട് ആദര സൂചകമായി സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം. അപ്പൊ ഇന്ത്യൻ തപാൽ വകുപ്പ് മന്നത്ത് പത്മനാഭനോട് ആദര സൂചകമായിട്ട് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ്? 1989. ആൻസർ എന്താണ്? 1989 സ്റ്റാമ്പ് പുറത്തിറക്കുന്നത്. 1989 സ്റ്റാമ്പ് പുറത്തിറക്കുന്നത്. ക്ലിയർ ആണ്? വിമോചന സമരം നടന്ന വർഷം. വിമോചന സമരം നടന്നത് 1959. ജൂൺ 12 വിമോചന സമരം നടന്നത്. 1959. മറ്റേത് 89. കണ്ടോ, എല്ലാം 59, 89 ഓർക്ക്. പത്മഭൂഷൺ എന്ന് ലഭിച്ചു. ചില വർഷങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പത്മഭൂഷൺ ലഭിച്ചത് 1966. പത്മഭൂഷൺ എന്ന് ലഭിച്ചു 1966 പത്മഭൂഷൺ ലഭിച്ചത്. ഇനി അടുത്ത വ്യക്തിയാണ് പഠിക്കുന്നത്, മൂർക്കോത്ത് കുമാരൻ. ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഒരിക്കൽ കൂടി പെട്ടെന്ന് കാണിക്കാം. എന്തെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നോക്കുക. സ്പീഡിലാണ് പറയുന്നത്. മന്നത്ത് പത്മനാഭൻ ജനിച്ചത് 1878. ജനിച്ച സ്ഥലം പെരുന്ന. കുട്ടിക്കാലത്ത് കൂടുതൽ സ്വാധീനിച്ചത് ഗോവിന്ദപിള്ള. ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ. ഭാരതകേസരി എന്ന് വിളിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സവർണജാഥ നയിച്ചത് 1924 നവംബർ 1 to നവംബർ 12. എവിടുന്ന് എവിടം വരെ? വൈക്കം ടു തിരുവനന്തപുരം. ഗാന്ധിജി നിർദ്ദേശപ്രകാരം. മുതുകുള പ്രസംഗം 47. INC അംഗമായത് 47. ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയിട്ടാണ്. ദേവസ്വം ബോർഡ് ആദ്യ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് വിളിച്ചത് സർദാർ KM പണിക്കർ. ഭാരതകേസരി എന്ന ബഹുമതി രാജേന്ദ്ര പ്രസാദ്. എന്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥ? മന്നത്ത് പത്മനാഭൻ. എന്റെ ഉണ്ട് ജീവിത സ്മരണകൾ എന്ന് മാത്രം തന്നാൽ പറ്റത്തില്ല. എന്റെ ജീവിത സ്മരണകൾ. മന്നം മെമ്മോറിയൽ പെരുന്ന. ഇന്ത്യൻ തപാൽ വകുപ്പ് 1989. വിമോചന സമരം നടന്ന 1959. മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ചത് 1966. എന്നാണ് EMS മന്ത്രിസഭ പുറത്തായത്? 59 ജൂലൈയിലാണ്, 31 ജൂൺ 12 സമരം ആരംഭിച്ചത്. ജീവശിഖ യാത്ര നടത്തി. എവിടെ നിന്ന് എവിടം വരെ? അങ്കമാലി ടു തിരുവനന്തപുരം. ക്ലിയർ അല്ലേ? അപ്പൊ മന്നത്ത് പത്മനാഭൻ എല്ലാം സെറ്റായില്ലേ? ഇനി തെറ്റിക്കുവോ? ഇനി നമുക്ക് മൂർക്കോത്ത് കുമാരനെ കുറിച്ച് പഠിക്കാം. ഈ ഇരിക്കുന്ന ആളാണ് നമ്മുടെ മൂർക്കോത്ത് കുമാരൻ. 1874 ജനിച്ചത്. 941 മരിച്ചു. എന്ന് ജനിച്ചു? 74 ജനിച്ചു. 941 മരിച്ചു. മന്നത്ത് പത്മനാഭനോ 78 ജനിച്ചു. എന്ന് മരിച്ചു? 970 മരിച്ചു. ക്ലിയർ ആണ്? ഇനി 74 ഏപ്രിൽ 16 ജനിച്ചത്. മന്നം ജയന്തി ജനുവരി 2, ഏപ്രിൽ 16. ജന്മസ്ഥലം കണ്ണൂർ ജില്ലയാണ്, തലശ്ശേരിയാണ്.
ജന്മസ്ഥലം കണ്ണൂർ ജില്ലയിലാണ്. തലശ്ശേരിയാണ് ജന്മസ്ഥലം. മാതാപിതാക്കൾ മൂർക്കോത്ത് രാമനുണ്ണിയും കുഞ്ചി തിരുദേവിയുമാണ്. മൂർക്കോത്ത് രാമനുണ്ണിയും കുഞ്ചി തിരുദേവിയുമാണ്. മൂർക്കോത്ത് രാമനുണ്ണിയും കുഞ്ചി തിരുദേവിയുമാണ്. മൂർക്കോത്ത് രാമുണ്ണിയും കുഞ്ചി തിരുദേവി. ഇനി ഇദ്ദേഹത്തിന്റെ കുറച്ചു പേരുടെ ജീവചരിത്രം എഴുതി. അതാണ് ഇമ്പോർട്ടൻറ്റ്. കുറച്ച് പോയിന്റ്സ് മാത്രമേ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. ഇദ്ദേഹം കുറച്ച് ജീവചരിത്രം എഴുതി. ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം എഴുതി. ഒയ്യാരത്ത് ചന്തുമേനോന്റെ ജീവചരിത്രം എഴുതി. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാറിന്റെ ജീവചരിത്രം എഴുതി. ആരുടെയൊക്കെ ജീവചരിത്രം എഴുതി? ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം എഴുതി. ഒയ്യാരത്ത് ചന്തുമേനോന്റെ ജീവചരിത്രം എഴുതി. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാറിന്റെ ജീവചരിത്രം എഴുതി. അപ്പൊ ശ്രീനാരായണ ഗുരു എഴുതി, ചന്തുമേനോന്റെ എഴുതി, വേങ്ങൽ കുഞ്ഞിരാമൻ നായനാറിന്റെ ജീവചരിത്രം എഴുതി. അപ്പൊ 3 വ്യക്തികളുടെ ജീവചരിത്രം ഇദ്ദേഹം എഴുതി. ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം ആദ്യമായി രചിച്ചത് ഈ മൂർക്കോത്ത് കുമാരനാണ്. ഒരുപാട് പേർ ശ്രീനാരായണ ഗുരു എന്ന മഹത് വ്യക്തിയുടെ ജീവചരിത്രം എഴുതി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് എഴുതി. എന്നാൽ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിയത് ആരാണ്? മൂർക്കോത്ത് കുമാരനാണ്. ആരാണ്? മൂർക്കോത്ത് കുമാരനാണ് ആദ്യമായിട്ട് ജീവചരിത്രം എഴുതിയത്. ഇനി ഗജകേസരി, മിതവാദി, സരസ്വതി, കേരള ചിന്താമണി ഈ പത്രങ്ങളുടെയൊക്കെ പത്രാധിപർ. ഏതൊക്കെ പത്രമുണ്ട്? ഗജകേസരി, ഗജവ് ഗജ ആന അല്ലെ, ഗജകേസരി. മിതവാദി, മിതവാദി പത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സരസ്വതി, കേരള ചിന്താമണി. ഈ പത്രങ്ങളുടെയൊക്കെ ആദ്യ പത്രാധിപരായിരുന്നു നമ്മുടെ മൂർക്കോത്ത് കുമാരൻ. ശ്രീനാരായണ ഗുരു ജീവിച്ചിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തു. 1928 ശ്രീനാരായണ ഗുരു അന്തരിക്കുന്നത്. അപ്പോൾ ഗുരുവിന്റെ പ്രതിമ ഗുരു ജീവിച്ചിരുന്നപ്പോൾ തന്നെ സ്ഥാപിച്ചു. ഓക്കെയാണ്. അപ്പോ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ 1927 സ്ഥാപിച്ചത്. 1927 സ്ഥാപിച്ചു. ഗുരു 1928 സെപ്റ്റംബർ 20 അന്തരിച്ചത്. 1927 തന്നെ ഗുരുവിന്റെ പ്രതിമ സ്ഥാപിച്ചു. ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഗുരുവിന്റെ പ്രതിമ സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്ത വ്യക്തിയാണ് ആര്? മൂർക്കോത്ത് കുമാരൻ. ഇതാണ് എപ്പോഴും ചോദിക്കുന്നത്. 1897 തലശ്ശേരിയിൽ നിന്ന് പുറത്തിറക്കിയ സരസ്വതി എന്ന പത്രത്തിന്റെ ആദ്യ പത്രാധിപരാണ്. ഇപ്പൊ സരസ്വതി, മിതവാദി, കേരള ചിന്താമണി, ഗജകേസരി ഇതിന്റെയൊക്കെ പത്രാധിപരാണ്. സരസ്വതിയുടെ ആദ്യ പത്രാധിപരാണ് എന്ന് കൂടി നമ്മൾ ഓർത്തു. ഇദ്ദേഹം കണ്ണൂർ തലശ്ശേരിയിലാണ് ജനിച്ചത്. 1907 തലശ്ശേരിയിൽ നിന്ന് മിതവാദി പത്രം പ്രസിദ്ധീകരിച്ചു. 1907 തലശ്ശേരിയിൽ നിന്ന് ഏത് പത്രം പ്രസിദ്ധീകരിക്കുന്നു? മിതവാദി പത്രം പ്രസിദ്ധീകരിച്ചു. അപ്പൊ ഇത്രയും നമുക്കൊന്ന് ഓർക്കാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മൂർക്കോത്ത് കുമാരനെ കുറിച്ചാണ്. 1874 ജനിച്ചു. 941 മരിച്ചു. 874 ഏപ്രിൽ 16 ജനിച്ചത്. ജനിച്ച സ്ഥലം കണ്ണൂർ ജില്ലയിലാണ്. തലശ്ശേരി എന്ന സ്ഥലമാണ്. മാതാപിതാക്കൾ മൂർക്കോത്ത് രാമുണ്ണിയും കുഞ്ചി തിരുദേവിയുമാണ്. മൂർക്കോത്ത് രാമുണ്ണിയും കുഞ്ചി തിരുദേവി. ശ്രീനാരായണ ഗുരു, ചന്തുമേനോൻ, വേങ്ങേൽ കുഞ്ഞിരാമൻ നായനാർ ഇവരുടെയൊക്കെ ജീവചരിത്രം എഴുതി. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ജീവചരിത്ര ഗ്രന്ഥം രചിച്ചു. ഗജകേസരി, മിതവാദി, സരസ്വതി, കേരള ചിന്താമണി തുടങ്ങിയ പത്രങ്ങളുടെ പത്രാധിപർ. ശ്രീനാരായണ ഗുരു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തു. 1897 തലശ്ശേരിയിൽ നിന്ന് പുറത്തിറക്കിയ സരസ്വതി പത്രത്തിന്റെ ആദ്യ പത്രാധിപനാണ്. ഈ 907 തലശ്ശേരിയിൽ നിന്ന് മിതവാദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചു. തലശ്ശേരിയിൽ നിന്ന് ഏത് പത്രം പ്രസിദ്ധീകരിച്ചു? മിതവാദി. ഓക്കെയാണ്. മിതവാദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചു. സി കൃഷ്ണൻ മിതവാദിയുടെ ഉടമസ്ഥാവകാശം നേടി.
അപ്പോൾ 1907 തലശ്ശേരിയിൽ നിന്ന് മിതവാദി പത്രം പ്രസിദ്ധീകരിച്ചു. അതിന്റെ പത്രാധിപരായിരുന്നു മൂർക്കോത്ത് കുമാരൻ. പിന്നീട് ഈ പത്രത്തിന്റെ അവകാശം ആര് നേടുന്നു? സി കൃഷ്ണൻ സ്വന്തമാക്കുന്നു. മിതവാദി കൃഷ്ണൻ എന്നൊക്കെയാണ് സി കൃഷ്ണനെ അറിയപ്പെടുന്നത്. അപ്പോൾ കോഴിക്കോട് നിന്ന് ഇദ്ദേഹം ഒരു മാസികയായിട്ട് ഇത് ആരംഭിച്ചു. 1913 മുതൽ ഈ പത്രം പിന്നീട് എവിടെ നിന്നാണ് ആരംഭിച്ചത്? കോഴിക്കോട് നിന്നാണ്. സി കൃഷ്ണനാണ് മിതവാദിയുടെ ഉടമസ്ഥാവകാശം നേടിയത് സി കൃഷ്ണനാണ്. തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാസികയാണ് മിതവാദി മാസിക. തീയരുടെ ബൈബിൾ എന്ന് അറിയപ്പെടുന്ന മാസികയാണ് മിതവാദി മാസിക. ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. മൂർക്കോത്ത് കുമാരൻ മിതവാദിയുടെ പത്രാധിപരായിരുന്നു. പിന്നീട് ഇത് സി കൃഷ്ണൻ സ്വന്തമാക്കുന്നു. തീയരുടെ ബൈബിൾ എന്നാണ് മിതവാദി മാസികയെ വിശേഷിപ്പിക്കുന്നത്. 1913 മുതൽ കോഴിക്കോട് നിന്ന് അച്ചടിക്കുന്നു. തലശ്ശേരിയിൽ നിന്നാണ് മിതവാദി പത്രം കണ്ണൂർ തലശ്ശേരിയിൽ നിന്നാണ് മിതവാദി പത്രം 1907 പ്രസിദ്ധീകരിച്ചത്. ക്ലിയർ ആണ്? ഇനി കുമാരനാശാന്റെ വീണപൂവ് എന്ന കൃതി നമ്മുടെ മലയാളത്തിലെ ഖണ്ഡകാവ്യമാണിത് അല്ലെ. വീണപൂവിന് ശേഷവും വീണപൂവിന് മുൻപും എന്നാണ് മലയാള ഭാഷയെ തിരിക്കുക പോലും ചെയ്യുന്നത്. അപ്പൊ ഈ വീണപൂവ് എന്ന കൃതി ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രമാണ് മിതവാദി. മൂർക്കോത്ത് കുമാരൻ വിദ്യാഭ്യാസ പ്രസിദ്ധീകരണം പുറത്തിറക്കി 1919. അതിന്റെ പേരാണ് വിദ്യാലയം. ഒരു വിദ്യാഭ്യാസ പ്രസിദ്ധീകരണം പുറത്തിറക്കി, അതിന്റെ പേരാണ് വിദ്യാലയം. അപ്പൊ എന്തൊക്കെ പഠിച്ചു? കൺഫ്യൂഷൻ വരുന്നുണ്ടായിരിക്കും. പലരെയും മൂർക്കോത്ത് കുമാരനെ കുറിച്ചൊന്നും അധിക ഡീറ്റെയിൽസ് പഠിച്ചിട്ടില്ല. 1874 ഏപ്രിൽ 16 ജനിച്ചത്. ജന്മസ്ഥലം കണ്ണൂർ ജില്ലയിലാണ്, തലശ്ശേരിയിലാണ്. മാതാപിതാക്കൾ രാമുണ്ണിയുണ്ട്, കുഞ്ചിത്തിരുദേവിയുണ്ട്. 3 പേരെ ഓർക്കുക: ഗുരുദേവൻ, ഒ ചന്തുമേനോൻ, വേങ്ങൽ കുഞ്ഞിരാമൻ നായനാർ. ഇവരുടെയൊക്കെ ജീവചരിത്രം രചിച്ചു. ഗുരു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ പ്രതിമ രൂപീകരിക്കാൻ മുൻകൈ എടുത്തു. ആദ്യമായി ജീവചരിത്ര ഗ്രന്ഥം രചിച്ചു. അപ്പൊ ഞാനിതിങ്ങനെ ഓർത്തു വെക്കുന്നു. അപ്പൊ ഞാനൊരു പുസ്തകം രചിച്ചു, ഒരാളെ കുറിച്ച് പുസ്തകം രചിച്ചു. ഇത് ആളുകളൊക്കെ വാങ്ങിക്കണ്ടേ? അപ്പൊ അതിനൊരു പരസ്യം എന്നോണം എന്ത് ചെയ്തു? പ്രതിമയൊക്കെ സ്ഥാപിച്ച് എല്ലായിടത്തും വെച്ചു. അപ്പൊ ആളുകൾ കാണുമ്പോൾ ഇതാരാ? ഗുരുദേവൻ. എങ്കിൽ ഇദ്ദേഹത്തിന്റെ പുസ്തകം വായിക്കാം. അങ്ങനെ നമ്മളൊരു മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാമെങ്കിൽ രണ്ടും കിട്ടും. അവിടെ അന്ന് ജീവിച്ചിരുന്ന എല്ലാവർക്കും അറിയാം ഗുരുദേവനെ കുറിച്ച്. എങ്കിലും നമ്മൾ ചുമ്മാ ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു മാർക്കറ്റിംഗ് പോലെ ആദ്യമായിട്ടാണ് ഇദ്ദേഹം ഒരു പുസ്തകം എഴുതുന്നത് ഗുരുദേവനെ കുറിച്ച് അല്ലെ. അപ്പൊ അത് എല്ലാവരിലും എത്താൻ വേണ്ടി ഒരു മാർക്കറ്റിംഗ് പോലെ അല്ലെ, അഡ്വർടൈസ്മെന്റ് പോലെ ഇദ്ദേഹം ചെയ്യുന്നു, പ്രതിമയൊക്കെ സ്ഥാപിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രതിമ എങ്ങനെയും കഷ്ടപ്പെട്ട് സ്ഥാപിച്ചു എന്നാലോചിച്ച് വെക്കുക. അപ്പൊ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ. ഗജകേസരി, മിതവാദി, സരസ്വതി, കേരള ചിന്താമണി, ഇങ്ങനെ പല പത്രങ്ങളുടെയും പത്രാധിപരായിരുന്നു. ഈ സരസ്വതിയുടെ ആദ്യ പത്രാധിപരാണ്. ഗുരു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രതിമ സ്ഥാപിച്ചു. 1897 തലശ്ശേരിയിൽ നിന്ന് പുറത്തിറക്കിയ സരസ്വതി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ. ഇനി മിതവാദി 1907 തലശ്ശേരിയിൽ നിന്നാണ് പുറത്തിറക്കിയത്. പിന്നീടാണ് സി കൃഷ്ണ വരികയും കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന 1913 അദ്ദേഹം അതിന്റെ ഉടമസ്ഥാവകാശം നേടും. തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാസികയാണ് മിതവാദി മാസിക. ഇതിനകത്താണ് നമ്മുടെ കുമാരനാശാന്റെ വീണപൂവ് ആദ്യമായി അച്ചടിച്ചു. ക്ലിയർ ആണ്? ഇനി മൂർക്കോത്ത് കുമാരൻ പുറത്തിറക്കിയ വിദ്യാഭ്യാസ പ്രസിദ്ധീകരണമുണ്ട്. അതിന്റെ പേര് വിദ്യാലയം എന്നാണ്. വിദ്യാഭ്യാസ പ്രസിദ്ധീകരണം ഏതാണ്? വിദ്യാലയം. വജ്രസൂചി എന്ന തൂലികനാമത്തിൽ അറിയപ്പെട്ട എഴുത്തുകാരനാണ്. വജ്രസൂചി എന്ന തൂലികനാമത്തിൽ അറിയപ്പെട്ട എഴുത്തുകാരനാണ്. എന്താണ് തൂലികനാമം? വജ്രസൂചി. മൂർക്കോത്ത് കുമാരൻ രചിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ ജീവചരിത്ര ഗ്രന്ഥം എന്താണ്? ആ ജീവചരിത്ര ഗ്രന്ഥത്തിന്റെ പേരാണ് ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ജീവചരിത്രം. ഈസി ആയിട്ട് ഓർത്തു വെക്കാം. ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ജീവചരിത്രം. ഇനി മൂർക്കോത്ത് കുമാരൻ ഒരു നാടകം രചിച്ചു, ഒരു മഹാസത്യം അഥവാ കുനിയുടെ കുസൃതി. ഒരു മഹാസത്യം അഥവാ കുനിയുടെ കുസൃതി എന്നാണ് ഈ നാടകത്തിന്റെ പേര്. എന്നാണ് അന്തരിച്ചത്? 1941 അന്തരിച്ചു. ചെറുകഥകൾ: 4 കുഞ്ചൻ കഥ, സൈരന്ധ്രി, ഭാരത കഥാ സംഗ്രഹം, ശാകുന്തളം ഗദ്യമാണ്. നോവലുകൾ ഇനി പറയാം. അപ്പോൾ നമ്മൾ ചെറുകഥകൾ നോക്കി. 4 കുഞ്ചൻ കഥ, സൈരന്ധ്രി, ഭാരത കഥാ സംഗ്രഹം. ഈ കഥകളോ
നോവലുകളോ ഒന്നും നമുക്ക് കാണാതെ പഠിച്ചു വെക്കാൻ പറ്റത്തില്ല. കാര്യം ഇദ്ദേഹത്തിന് അങ്ങനെ ചോദിക്കുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ പഠിക്കാത്തത്. അങ്ങനെ ഒരു ചോദ്യമില്ല. ആകപ്പാട് ഈ വജ്രസൂചി ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെയും പിന്നെ ആരുടെയൊക്കെയാണ്, നമ്മുടെ വേങ്ങേൽ കുഞ്ഞിരാമൻ നായർ, ഒ ചന്തുമേനോൻ ജീവചരിത്രം എഴുതി. തലശ്ശേരിയിലാണ് ജനിച്ചത്. പിന്നെ പ്രതിമ, സരസ്വതി പത്രം, മിതവാദി പത്രം, തീയരുടെ ബൈബിൾ, ആ ഒരു കാര്യം മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഇദ്ദേഹത്തിന്റെ മറ്റ് കൃതികളൊന്നും ധാരാളമായി നമുക്ക് ക്വസ്റ്റ്യൻസ് വരാത്തത് കൊണ്ടാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. ഓക്കെ, എല്ലാം ഞാനൊന്ന് പറയാം. നാടകം ഒരു മഹാസത്യം അഥവാ കുനിയുടെ കുസൃതി. ചെറുകഥയാണ് 4 കുഞ്ചൻ കഥ, സൈരന്ധ്രി, ഭാരതകഥ സംഗ്രഹം, ശാകുന്തള ഗദ്യമാണ്. നോവലൊക്കെ ഒത്തിരി ഉണ്ട്. അമ്പു നായർ, കനകം മൂലം, വസുമതി. ഇനി ഉപന്യാസങ്ങൾ, അമ്മമാരോടൊരു പ്രസംഗം, പിന്നെ വേങ്ങേൽ കുഞ്ഞിരാമൻ നായനാർ, യാദവകൃഷ്ണൻ. അപ്പോ ഉപന്യാസങ്ങള് അമ്മമാരോടൊരു പ്രസംഗം, വേങ്ങേൽ കുഞ്ഞിരാമൻ നായർ, യാദവകൃഷ്ണൻ. നോവലോ അമ്പു നായർ, കനകം മൂലം, വസുമതി. 4 കുഞ്ചൻ കഥ, സൈരന്ധ്രി, ഭാരത കഥാസംഗ്രഹം, ശാകുന്തളം ഗദ്യമാണ്. അപ്പൊ ആ ഒരു കൃതികൾക്ക് വലിയൊരു പ്രാധാന്യത്തിലേക്ക് നമ്മൾ കൊടുക്കുന്നില്ല. വജ്രസൂചി, ബാക്കി കാര്യങ്ങൾ, ബാക്കി ഒരു 3-4 പോയിന്റ്സേ ഉള്ളൂ, അത് നിങ്ങൾ ഓർത്തു വെക്കുക. ക്ലിയർ അല്ലേ? ഇനി ചോദ്യത്തിലേക്ക് പോകാം. മൂർക്കോത്ത് കുമാരൻ ജനിച്ച വർഷം. നിങ്ങൾക്കറിയാം ഒത്തിരി കാര്യങ്ങൾ ഒരുപാട് പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ വരും. നമുക്ക് ഇതിപ്പോ അങ്ങ് പെർഫെക്റ്റ് ആക്കാൻ പറ്റത്തില്ല. കാര്യം ഒരുപാട് വ്യക്തികളെ കുറിച്ചാണല്ലോ നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഇതിനൊരു പുസ്തകം എഴുതാനും മാത്രം ഒരു 65-70 പേജോളം സാധനങ്ങളാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ മനുഷ്യരായതുകൊണ്ട് തന്നെ നമുക്ക് കൺഫ്യൂഷൻ വരും. എത്ര കിടന്ന് കേട്ടാലും നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് സ്വാഭാവികമാണ്. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നമുക്ക് പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്ത് വെക്കുക. റിവിഷൻ ചെയ്ത് വെച്ചാലും ചിലപ്പോൾ കൺഫ്യൂഷൻ വരും, അതൊന്നും കുഴപ്പമില്ല. എക്സാം ടൈമിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഓപ്ഷൻ കാണുമ്പോൾ നമ്മൾ നല്ലതായി പഠിച്ച് പ്രോപ്പറായി റിവിഷൻ ചെയ്യുന്ന ഒരാൾക്ക് കൺഫ്യൂഷൻ ഇപ്പോൾ ഉണ്ടെങ്കിലും എക്സാം ഹാളിൽ ആ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് ഇതാണ് ഉത്തരം എന്നുള്ളൊരു ധാരണ വരും. അങ്ങനെ സംഭവിക്കും. അല്ലാണ്ട് നമുക്കങ്ങ് ഇതങ്ങ് പെർഫെക്റ്റ് ആക്കി ഏത് ചോദിച്ചാലും ടക്കേന്ന് ആൻസർ പറയുന്ന രീതിയിൽ ഇത് പഠിച്ചിട്ട് പോകാൻ പാടാണ്. നമുക്ക് പറ്റത്തില്ല. ഒരു 5 പേരുടെ പിന്നെ അവർക്ക് പല പല വർഷങ്ങൾ അവർ പ്രസംഗം ചെയ്ത് അവരുടെ കിട്ടി, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒത്തിരി വർഷങ്ങൾ വരുമ്പോൾ നമുക്ക് ഇച്ചിരി പാടാണ്. പിന്നെ നമ്മൾ ഓപ്ഷൻ കാണുമ്പോൾ നമ്മൾ പഠിച്ചൊരു ഓപ്ഷൻ അവിടെ കാണും, ബാക്കിയൊന്നും വലിയ നമ്മൾ പഠിച്ചതുപോലെ ബന്ധപ്പെട്ടതായിരിക്കത്തില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ ഓപ്ഷനിൽ നിന്ന് എഴുതാൻ പറ്റും. നമ്മൾ നന്നായി പഠിച്ചിട്ട് പോവാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓപ്ഷനിൽ എഴുതാൻ പറ്റും. നന്നായി ക്ലാസ് ശ്രദ്ധിക്കുക, 1, 2, 3 വട്ടം PDF വായിക്കുക, ഇത്രയും മതി. എക്സാമിന് തൊട്ട് മുമ്പ് നിങ്ങളൊന്ന് റിവിഷൻ ചെയ്യുക, ഇത് മതി. നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും, പക്ഷെ കൺഫ്യൂഷനായിട്ട് പോയി എക്സാമിൽ ഇരുന്നാൽ ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾ ഉത്തരം എഴുതും. അതാണ് ഈ ഒരു ടോപ്പിക്കിലൊക്കെ സംഭവിക്കുന്നത്. അല്ലാണ്ട് നമുക്ക് ഇതിപ്പോ ആരുടെ ചോദിച്ചാലും ടക്കേന്ന് പെട്ടെന്ന് ഒരു ഉത്തരം പറയുന്ന രീതിയിൽ അത്ര സൂപ്പറായിട്ടൊന്നും ഈ ഒരു ടോപ്പിക് ഇത്രയും വാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഒരു 5 പേരെ തന്നിരുന്നെങ്കിൽ നമ്മൾ ഓക്കെ പഠിച്ചിട്ട് സെറ്റായി പോയേനെ. ഇനി വനിതകൾ വരുന്നുണ്ട്, ഇഷ്ടം പോലെ ആളുകൾ വരുന്നുണ്ട്, അവർക്കൊക്കെ ഇഷ്ടം പോലെ വർഷങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഒരു പെർഫെക്റ്റ് സ്റ്റഡി ഇവിടെ നടക്കത്തില്ല. നമുക്കങ്ങനെ ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ പഠിക്കണം എന്ന്, പക്ഷെ നമ്മൾ മനുഷ്യരാണ്, നമുക്ക് അത്രയൊന്നും പറ്റത്തില്ല. അതാണ് സത്യം. നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് രീതിയിൽ പോയാൽ മതി. ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങളുടെ പഠനം കാരണം എഴുതാൻ പറ്റും. ചുമ്മാ വായിച്ചു വിട്ടിട്ട് പോകരുത്. നല്ല രീതിയിൽ ക്ലാസ് 1 അവർ കാണുക. പിന്നെ നിങ്ങൾ ഒരു 3-4 വട്ടമെങ്കിലും ഈ ഒരു PDF-കൾ വായിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും. അപ്പൊ ആദ്യ ചോദ്യം, മൂർക്കോത്ത് കുമാരൻ ജനിച്ച വർഷം. 1874 മൂർക്കോത്ത് കുമാരൻ ജനിച്ചത്. 1897 തലശ്ശേരിയിൽ നിന്ന് പുറത്തിറക്കിയ സരസ്വതി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ ആരാണ്? തലശ്ശേരി സരസ്വതി പത്രം, മൂർക്കോത്ത് കുമാരൻ. തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാസിക മിതവാദി. ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം ആദ്യമായി രചിച്ചത് ആരാണ്? മൂർക്കോത്ത് കുമാരൻ. മൂർക്കോത്ത് കുമാരൻ അന്തരിച്ച വർഷം 1941. ഈ ജനിച്ച വർഷം ഒന്നും ഈ അടുത്ത സമയം വരെ അങ്ങനെ ചോദിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പല ക്വസ്റ്റ്യൻ പേപ്പറിലും 2024 പല ക്വസ്റ്റ്യൻ പേപ്പറിലും ജനിച്ച വർഷം സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ജനിച്ച വർഷത്തിനും മരണവർഷത്തിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പണ്ടത്തെ PSC ചോദിക്കാറേ ഇല്ലായിരുന്നു, നമ്മൾ പഠിക്കുകയേ വേണ്ടായിരുന്നു. ഇപ്പൊ പഠിക്കണം കേട്ടോ. താഴെ തന്നിരിക്കുന്ന ആരുടെ ജീവചരിത്രമാണ് മൂർക്കോത്ത് കുമാരൻ എഴുതാത്തത്? ഗുരു, ഒ ചന്തുമേനോൻ, വേങ്ങേൽ കുഞ്ഞിരാമൻ നായർ. സുഭാഷ് ചന്ദ്രബോസ് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ അതാണ് ഉത്തരം. ഓക്കെ ആണ്, ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഉത്തരം.
ഇതാണ് ആൻസർ. ക്ലിയർ ആണോ? മനസ്സിലാകുന്നുണ്ട്? സിമ്പിളാണ്. കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറയണം, പക്ഷെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്രയും മാത്രം നിങ്ങൾ പഠിച്ചെടുത്താൽ മതി, അതിനപ്പുറം പഠിക്കേണ്ടി വരത്തില്ല. പക്ഷെ ഒരു ക്വസ്റ്റ്യൻസ് 5 ക്വസ്റ്റ്യൻ മാത്രം വന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് അത് അത്ര അങ്ങോട്ട് പറ്റത്തുമില്ല. നിങ്ങൾ പറയും എനിക്ക് ഒത്തിരി പഠിക്കാനുണ്ട്, ഇതെന്തുവാ ഇങ്ങനെയൊക്കെ പഠിച്ചാൽ ശരിയാവോ എന്ന് നിങ്ങൾ ചോദിക്കും. അതുകൊണ്ടാണ് നമ്മളൊരു ക്ലാസ് പോലെ ഇതെല്ലാം പറയുന്നു, അവസാനം ക്വസ്റ്റ്യൻസ് പറയും. വജ്രസൂചി സ്പെഷ്യലായി പഠിച്ചു വെക്കുക. മന്നത്ത് പത്മനാഭൻ അങ്ങനെയല്ല, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ മുർക്കോത്ത് കുമാരൻ, പാമ്പാടി ജോൺ ജോസഫ്, അങ്ങനെ കുറച്ച് പേരൊക്കെ വളരെ കുറച്ച് കാര്യങ്ങളാണ് അവരുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത്. അത് മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. കാര്യം ബാക്കിയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ പഠിക്കാനില്ലേ, അതുകൊണ്ട് വളരെ ചെറിയ രീതിയിലുള്ള പഠനം ആവശ്യമുള്ളൂ. ക്ലാസ് മനസ്സിലായോ? രണ്ടുപേരെയും മനസ്സിലായോ? ഇന്നത്തെ മന്നത്ത് പത്മനാഭനെയും മൂർക്കോത്ത് കുമാരനെയും. ക്ലാസ് കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നില്ലേ? പിന്നെ കൺഫ്യൂഷൻ വരും, അത് എനിക്കും വരും. ഇപ്പം ഞാനിപ്പോൾ പല ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നു, വർഷങ്ങളായി പഠിപ്പിക്കുന്നു. പക്ഷെ നമുക്ക് ചിലപ്പോൾ പെട്ടെന്നൊരു കാര്യം, അതായത് ഈ മുതുകുളപ്രസം അതൊന്നും നമുക്ക് തെറ്റാറില്ല. പക്ഷെ പെട്ടെന്ന് ഇപ്പോൾ ഒരാളുടെ വർഷം ജന്മവർഷമൊക്കെ ചോദിച്ചാൽ നമ്മളിങ്ങനെ ഒന്ന് ഇരുന്ന് ആലോചിക്കും, അയ്യോ ഇതെന്തായിരുന്നു, കണക്ട് ചെയ്യും. നമ്മൾ കണക്ട് ചെയ്ത് ഓർത്തൊക്കെ പറയാൻ പറ്റും. അപ്പം ഗുരുദേവന്റെയോ ചട്ടമ്പി സ്വാമികളുടെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വർഷം നമ്മൾ പഠിച്ചു വെച്ചേക്കുവാണ്, ജനനവർഷവും മരണവർഷവും ഇങ്ങനെ പഠിച്ച് അങ്ങ് ഓക്കെ ആയി. പക്ഷെ പെട്ടെന്ന് ഒരാളുടെ ഇടയ്ക്കൂടെ എടുത്ത് ചോദിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ വരും. ഇപ്പം എത്രയോ വർഷമായി പഠിപ്പിക്കുന്നു, പക്ഷെ എങ്കിലും നമുക്ക് പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ വരും. നമുക്ക് മനസ്സിലൊരു ഉത്തരം ഉണ്ടെങ്കിലും ഒരാളോട് അത് പറയാൻ അത് ശരിയായിരിക്കുമോ എന്നുള്ള രീതിയിൽ പറയാൻ ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. അത് സത്യമാണ്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഭാരത കേസരി എന്ന് വെച്ചാൽ നിങ്ങൾ മന്നത്ത് പത്മനാഭൻ, അത് നമുക്ക് കൺഫ്യൂഷൻ വരത്തില്ല, നമ്മൾ മറക്കത്തില്ല. മദൻ മോഹൻ മാളവ്യ, ആര്, ഇതൊന്നും നമ്മൾ മറക്കത്തില്ല, ഇതൊന്നും നമ്മൾ മറക്കാൻ പാടില്ല. അല്ലാത്ത കുറേ കാര്യങ്ങൾ, ഇവരുടെ അച്ഛൻ്റെ പേര് അമ്മയുടെ പേര്, ഇതൊക്കെ നമുക്ക് കുറച്ചൊക്കെ കൺഫ്യൂഷൻ വരും. അത് ഓക്കെയാണ്, അത് കുഴപ്പമില്ല, കൺഫ്യൂഷൻ വന്നോട്ടെ കേട്ടോ. എക്സാമിന് നിങ്ങൾക്ക് കിട്ടിക്കോളും. നമ്മൾ ഈ പഠിച്ച ഡീറ്റെയിൽസ് പ്രോപ്പറായിട്ട് 2 or 3 വട്ടം റിവിഷൻ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് കിട്ടും. അതിൽ യാതൊരു സംശയമില്ല, നമ്മൾ എല്ലാ കണ്ടന്റും നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഞാനിനി ഒരു 3-4 ചോദ്യങ്ങൾ മാത്രം ചോദിക്കുന്നു, ഉത്തരം പറയുക. ഒന്നാമത്തെ ചോദ്യം, മദൻ മോഹൻ മാളവ്യ എന്ന മന്നത്ത് പത്മനാഭനെ വിളിച്ചത് ആരാണ്? ഭാരത കേസരി എന്ന ബഹുമതി മന്നത്ത് പത്മനാഭന് നൽകിയത് ആരാണ്? മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ച വർഷം, മന്നത്ത് പത്മനാഭനെ ഇന്ത്യ ഗവൺമെന്റ് സ്റ്റാമ്പ് നൽകി ആദരിച്ച വർഷം, മന്നം ജയന്തി എന്നാണ് ജനിച്ച വർഷം, ഡേറ്റ്. ഇനി മൂർക്കോത്ത് കുമാരൻ ആരുടെ ജീവചരിത്രം രചിച്ചു? നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരാളുടെ എഴുതുക. ഇനി ജീവിച്ചിരിക്കുമ്പോൾ ഗുരുദേവന്റെ പ്രതിമ രൂപീകരിക്കാൻ മുൻകൈയെടുത്ത വ്യക്തി. മൂർക്കോത്ത് കുമാരന്റെ തൂലിക നാമം എന്താണ്? ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻസ്. ആൻസേഴ്സ് നമുക്ക് നോക്കാം. ആദ്യ ചോദ്യം, മദൻ മോഹൻ മാളവ്യ എന്ന് വിളിച്ചത് സർദാർ KM പണിക്കറാണ്. രാജേന്ദ്ര പ്രസാദാണ് ഭാരത കേസരി എന്ന ബഹുമതി നൽകിയത്. മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ചത് 66. ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് 89. ജനിച്ചത് 1878 ജനുവരി 2 മന്നം ജയന്തി. ആരുടെ ജീവചരിത്രം എഴുതി? ഗുരുദേവന്റെ എഴുതി. O ചന്തുമേനോന്റെ എഴുതി. വേങ്ങയിൽ. പ്രതിമ ഗുരുദേവന്റെയാണ് സ്ഥാപിച്ചത്, അത് മൂർക്കോത്ത് കുമാരനാണ്. മൂർക്കോത്ത് കുമാരന്റെ തൂലിക നാമം വജ്ര സൂചി. കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.